Good afternoon. Okay, എല്ലാവരും ജോയിൻ ചെയ്ത് വന്നുണ്ട് അല്ലേ? ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? യെസ്, ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ക്ലാസ്സിൽ കയറിയത്. ഓക്കെ ഓക്കെ. കഴിച്ചില്ല? എന്ത് പറ്റി മിൻസി കുട്ടി? മിസ് കഴിച്ചു കേട്ടോ. മിസ്സിന് മെഡിസിൻ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഫുഡ് കഴിച്ച് കറക്റ്റ് സമയത്ത് കഴിക്കണമല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ 1 മണിക്കാണ് ബ്രേക്ക്. 1 മണി 1:15 ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിച്ച് കഴിയും. നമ്മൾ 1:20 ആകുമ്പോഴത്തേക്കും ക്ലാസ്സിലേക്ക് കയറിയിരിക്കും. പിന്നെ ഇവിടെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന 1:30 ആവണമല്ലോ ജോയിൻ ചെയ്യാനായിട്ട്. നമ്മളിവിടെ ഉണ്ടാവും, റൂമിൽ ഉണ്ടാവും. ഓരോരുത്തർക്കും ക്ലാസ് അനുസരിച്ച് ഫുഡ് കഴിച്ചപ്പോൾ തന്നെ എല്ലാവരും ക്ലാസ്സിൽ കയറും. പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇത്തിരി വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുള്ളൂ മാത്രം, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയട്ടെ. നമ്മള് ഫ്രൈഡേ നിങ്ങൾക്ക് ആരാണ്? അശ്വതി മിസ്സും സോണി മിസ്സും ആകുന്നു അല്ലേ? ഓക്കെ, കുഴപ്പമില്ല നിഷുകുട്ടി, സാരമില്ല. അതായത് നമ്മള് ക്ലാസ് തുടങ്ങണേ ഉള്ളൂ അല്ലെ? ഫ്രൈഡേ നിങ്ങൾക്ക് ടൈം ടേബിൾ അനുസരിച്ച് തന്നെയാട്ടോ. ഇപ്പൊ ഫസ്റ്റ് കയറി കഴിയുമ്പോ ആരാന്ന് അറിയില്ല എന്നൊക്കെ മെസ്സേജ് കണ്ടോ? അങ്ങനെ ഇല്ല, നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ ഓൾറെഡി. നിങ്ങൾക്ക് ടൈം ടേബിൾ തന്നിട്ടുണ്ടല്ലോ, അതനുസരിച്ച് തന്നെയാണ് ടീച്ചേഴ്സ് വരുന്നത്. പിന്നെ കഴിഞ്ഞ ആഴ്ച അറിയാലോ, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് കുറച്ച് എന്റെ ക്ലാസ് കിട്ടിയില്ല. നമുക്ക് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ അത്രേ ഉള്ളൂ. അല്ലാതെ യൂഷ്വൽ നിങ്ങൾക്ക് തന്നേക്കുന്ന ടൈം ടേബിൾ അനുസരിച്ച് തന്നെയാണ് ക്ലാസ്സുകൾ പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഫ്രൈഡേ ഇപ്പൊ എന്താ ഓണമൊക്കെ ആയല്ലോ അല്ലെ? അപ്പൊ അതിൻ്റെതായ ഒരു സെലിബ്രേഷൻ ക്ലാസ്സുകളിൽ നടത്താം എന്നിങ്ങനെ പറഞ്ഞേ. അപ്പൊ എല്ലാ ക്ലാസ്സിലും ടീച്ചേഴ്സ് കയറുമ്പോൾ പറയുന്നുണ്ട് ഫ്രൈഡേ നിങ്ങൾക്ക് 2:30 to 3:30 ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസുകൾ ചെയ്യാം. ലൈവായിട്ട് നമുക്കിവിടെ ഓൺലൈനായിട്ട് തന്നെയാണല്ലോ. അപ്പൊ നിങ്ങൾ പാട്ടോ ഡാൻസോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ചെയ്യാം. സോളി മിസ് അല്ലേ നിങ്ങൾക്ക് രണ്ടാമത്തെ അവർ 2:30 to 3:30. അപ്പൊ മിസ് വരും, ക്ലാസ്സിൽ കുറച്ചു നേരം പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസുകൾ ഓണത്തിന്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾക്ക് അവതരിപ്പിക്കാം കേട്ടോ. അപ്പൊ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തോ, നമുക്ക് സമയമുണ്ട്. മിസ് ആതിര പാടും മിസ് ചെയ്യണം. ഓക്കെ. ആതിരക്കുട്ടി അപ്പൊ പാട്ടുമൊക്കെ പഠിച്ച് റെഡി ആയിക്കോ. പാടാത്തവർക്കും പാടാട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഓണം ചെറുതായിട്ട് നമുക്കൊന്ന് ആഘോഷിക്കാന്ന് എല്ലാ ബാച്ചുകളിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പാട്ട് പാടുന്ന കുട്ടികളുണ്ട്, പാട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. 2 ദിവസമല്ലേ ഉള്ളൂ ഇനി, 2 ദിവസം കൊണ്ടൊക്കെ തയ്യാറായിരിക്കാം കേട്ടോ. അപ്പൊ അത് ഞാനൊന്ന് ജസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളെ ഇൻഫോം ചെയ്തതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ പോർഷൻസിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റോൾ ഓഫ് ഹെൽത്ത് റിസോഴ്സ് ഡെസ്ക് ഓർ ഹെൽപ്പ് ഡെസ്ക്, അതിന്റെ റോളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ഇനി നെക്സ്റ്റ് അടുത്തത് ഫ്രണ്ട് ഓഫീസിലെ നമ്മുടെ മറ്റൊരു ഡെസ്ക് ആണ് ഇത്, ഹെൽത്ത് ചെക്ക് ഡെസ്ക്. എന്തൊക്കെയാണ് ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ റോൾസിൽ വരുന്നത്? എന്താണ് അവരുടെ പങ്ക്? എന്താണ് ഫ്രണ്ട് ഓഫീസിൽ ഹെൽത്ത് ചെക്ക് ഡെസ്ക് അതെന്താ ചെയ്യുന്നത്? എന്താ നോക്കിയേ, പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ. പ്രൊവൈഡ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്, ഒരു സഹായം പ്രൊവൈഡ് ചെയ്യുക. എന്ത് സഹായ? പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങളും അവർക്ക് വേണ്ട ഹെൽപ്പും സഹായങ്ങളും ഒക്കെ നൽകി അവരെ എന്ത് ചെയ്യുക? സഹായിക്കുക. ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമേഴ്സിനെ, പേഷ്യൻസിനെ അവരുടെ കാര്യങ്ങള് ഫെസിലിറ്റേറ്റ് സുഗമമാക്കുക. അവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്ത് അവർക്ക് വേണ്ട ഹെൽപ്പ് എന്തൊക്കെ സഹായങ്ങളാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത് എന്ത് ചെയ്യുക? അവരെ സഹായിക്കുക. ഓക്കെ, രണ്ടാമത് നോക്കിയേ, ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് ഓർ വോക്കിംഗ് എൻക്വയറീസ്. അതായത് സ്ഥാപനങ്ങൾ വഴിയോ നേരിട്ടോ എത്തുന്ന ആളുകള്, അപ്പൊ അവരെ കൈകാര്യം ചെയ്യുക. ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ എന്താ? അവരെ കൈകാര്യം ചെയ്യുക. വോക്കിംഗ് എൻക്വയറീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാതെ വരുന്നവരില്ലേ? അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാതെ വരുന്നത്, അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയും ഒക്കെ എന്ത് ചെയ്യുക? ഹാൻഡിൽ ചെയ്യുക.
അവരുടെ സംശയങ്ങൾ ഉണ്ടാവാം, അവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അവരുടെ ചോദ്യങ്ങളും സംശയങ്ങൾക്കും ഒക്കെ മറുപടി നൽകുക, അതിനെയൊക്കെ കൈകാര്യം ചെയ്യുക. വാക്കിൻ എൻക്വയറീസ് എന്ന് പറഞ്ഞാൽ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ, മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കാതെ വരുന്ന പേഷ്യൻസും ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരെയൊക്കെ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. എന്താ, ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ റോളാണ്. പിന്നെ അവിടെ പറഞ്ഞേക്കണേ അപ്പോയിന്റ്മെന്റുകള്, അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. ഈ ഹെൽത്ത് ചെക്കപ്പുകൾക്ക് വേണ്ടിയുള്ള അപ്പോയിന്റ്മെന്റുകൾ നൽകുകയും അതിനുള്ള ഷെഡ്യൂൾ, ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്യുക, അതിനുള്ള സമയമൊക്കെ തീരുമാനിക്കുകയും ചെയ്യുക. അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. ഹെൽത്ത് ചെക്കപ്പുകൾക്ക് വേണ്ടിയുള്ള അപ്പോയിന്റ്മെന്റുകള്, അതിന്റെ ടൈം ഷെഡ്യൂള്, ഇതൊക്കെ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക. നാലാമത്തെ പോയിന്റ് നോക്കിയേ, കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. കോർഡിനേറ്റ് ചെയ്യുക, എന്താണ്, ഏകോപിപ്പിക്കുക, അല്ലെ, ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എല്ലാ വകുപ്പുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഹോസ്പിറ്റൽസിലെ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ എളുപ്പത്തിൽ നടക്കാനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് എന്താ കോപ്പറേറ്റ് ചെയ്യണം, അല്ലെ, കോർഡിനേറ്റ് ചെയ്യണം, എല്ലാവുമായിട്ട് ഏകോപിച്ച് പ്രവർത്തിക്കണം, ഒരുമിച്ച് എല്ലാത്തും. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ വേറിട്ട് നിന്ന സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല്ലോ. അവർക്ക് നമ്മള് അവിടുത്തെ പരിശോധനകളൊക്കെ തടസ്സമില്ലാത്ത രീതിയിൽ എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ വിവിധ വിഭാഗങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക. ഹോസ്പിറ്റലിലെ വിവിധ വിഭാഗങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക. അടുത്ത നോക്കിയേ, ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. എന്താ ഡിസ്പാച്ച് എന്ന് വെച്ചാൽ എന്താ, അയക്കുക, റിപ്പോർട്ടുകൾ അയക്കുക. എന്ത്, ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്, ഹെൽത്ത് ചെക്കപ്പിന് ശേഷമുള്ള റിപ്പോർട്ടുകൾ അയക്കുക. അപ്പൊ അത്രയാണ് ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ റോൾസിൽ വരുന്നത്. പിന്നെ അത് നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ റോൾസ് ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ നോട്ട് ഇൻക്ലൂഡഡ്, ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ 5 പോയിന്റ്സ് ആണ്, ബൈഹാർട്ട് ചെയ്യേണ്ട, നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങളും സഹായങ്ങളും നൽകി അവരെ ഹെൽപ്പ് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. കോപ്പറേറ്റ് ഓർ വാക്കിൻ എൻക്വയറീസ്, മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാതെ വരുന്ന പേഷ്യൻസിന്, നേരിട്ട് വരുന്ന പേഷ്യൻസ്, അവരെയൊക്കെ കൈകാര്യം ചെയ്യുക. അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്, ഹെൽത്ത് ചെക്കപ്പുകൾക്കുള്ള അപ്പോയിന്റ്മെന്റുകള്, അതിന്റെ ടൈം ഷെഡ്യൂള്, ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരുമിച്ച് ഏകോപിപ്പിച്ച് യോജിച്ച് പ്രവർത്തിക്കുക. ഹെൽത്ത് ചെക്കപ്പിന് ശേഷമുള്ള റിപ്പോർട്ടുകൾ അയക്കുക. ക്ലിയർ അല്ലേ പോയിന്റ്സ്? ഇനി അടുത്തത് ഒരെണ്ണം കൂടിയുണ്ട്, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്, അതായത് ആ പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ, റിപ്പോർട്ടുകൾ അയക്കുന്ന ആ ഒരു ഡെസ്ക് ആണ്. ഓക്കെ, സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. നോക്കി എളുപ്പമുണ്ട്, എല്ലാത്തിലും റിപ്പോർട്ട് അല്ലെ റെക്കോർഡ് വരുന്നുണ്ട്. എന്താണ് ഒന്നാമത്തെ റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിന്റെ റോൾ? എന്താ, റിപ്പോർട്ടുകൾ സ്റ്റോറേജ് ചെയ്യുക. സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്, പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും റിസീവ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ സ്റ്റോർ ചെയ്യുക. ഓക്കെ, കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, പ്രൊവൈഡ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. ക്ലയന്റിന് കൃത്യസമയത്ത് റിപ്പോർട്ടുകൾ നൽകുക. പ്രൊവൈഡ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്, ക്ലയന്റിന് റിപ്പോർട്ടുകൾ കൃത്യസമയത്ത് തന്നെ നൽകുക. മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ഓഫ് ദ റിപ്പോർട്ട്സ് റിസീവ്ഡ് ആൻഡ് ഹാൻഡ് ഓവർ. റിസീവ് ചെയ്തിട്ടുള്ള, ഹാൻഡ് ഓവർ ചെയ്യുക, കൈമാറിയിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, അതിന്റെ റെക്കോർഡ് സൂക്ഷിക്കുക. മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ, നിലനിർത്തുക.
റെക്കോർഡ്സ് ഓഫ് ദ റിപ്പോർട്ട്സ്, റിപ്പോർട്ട്സിന്റെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. എങ്ങനെയുള്ള റിപ്പോർട്ട്സ്? റിസീവ്ഡ് ആൻഡ് ഹാൻഡ് ഓവർ, അവിടെ റിസീവ് ചെയ്തിട്ടുള്ള, ഹാൻഡ് ഓവർ ചെയ്യുക, കൈമാറിയിട്ടുള്ള റിപ്പോർട്ടുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. എളുപ്പമല്ലേ അത്? റിപ്പോർട്ട്സ് എന്ന് കാണുമ്പോ 3 റിപ്പോർട്ട് എന്നുണ്ട്. ഞാൻ ഒരു ക്ലൂ പറഞ്ഞു തന്നെ കേട്ടോ. റിപ്പോർട്ട്, ഡെസ്പാച്ച്, ഡെസ്ക്, അതിന്റെ പോയിന്റ്സ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. 3 പോയിന്റ്സിലും റിപ്പോർട്ട് എന്ന് വരുന്നുണ്ട്. റിപ്പോർട്ട്സ് അത് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. ബൈഹാർട്ട് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, 3 ഡെസ്കുകൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും റോളുകളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ഉണ്ടല്ലോ, ടൈമിംഗ് ആണ് കേട്ടോ. ഫ്രണ്ട് ഓഫീസിന്റെ ടൈമിങ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. ദ ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ് പേഷ്യന്റ് കെയർ റൗണ്ട് ദ ക്ലോക്ക്. റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? 24 hours, 24 മണിക്കൂറും സർവീസ് ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തന്നെ ചോദിക്കാം. ദ ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ് പേഷ്യന്റ് കെയർ റൗണ്ട് ദ ക്ലോക്ക്, ദാറ്റ് ഈസ് 24 hours സർവീസ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും എത്രയാ, അവര് 24 hours സർവീസ് ഉണ്ട് ഫ്രണ്ട് ഓഫീസ്, അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? അവിടെ ഫ്രണ്ട് ഓഫീസ് എപ്പോഴും ഉണ്ടാവും, 24 hours സർവീസ് ചെയ്യുന്നുണ്ട്. ദ സ്റ്റാഫ് വർക്ക്സ് ഇൻ 3 shifts. അപ്പോ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് 3 ഷിഫ്റ്റ് ആയിട്ടാ വർക്ക് ചെയ്യണേ. 3 ഷിഫ്റ്റ് ആണ് അവർക്ക്. അപ്പോൾ ഷിഫ്റ്റിൽ എത്ര സമയം കയറേണ്ട വരും? നമ്മൾക്കിപ്പോ ജോലി കിട്ടി, ഫ്രണ്ട് ഓഫീസിൽ ജോലി കിട്ടി, ഷിഫ്റ്റ് ആണ്. ഒരു ഷിഫ്റ്റിൽ എത്ര സമയം കയറേണ്ടി വരും? 3 ഷിഫ്റ്റ് ആണ്. എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം നമ്മള്? 8 hours. വെരി ഗുഡ്, അല്ലേ? 24 divided by 3 അല്ലേ? 24 hours-നെ 3 ഷിഫ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 മണിക്കൂർ. അപ്പോ ഓരോ സ്റ്റാഫുകളും എത്രയാണ്? 8 മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടത്. 3 ഷിഫ്റ്റുകളായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ദ സ്റ്റാഫ് വർക്ക് ഇൻ ഡാഷ് ഷിഫ്റ്റ്, അതും ചോദിക്കാറുണ്ട് കേട്ടോ. 24 hours എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. സ്റ്റാഫുകള്, ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫുകള് 3 ഷിഫ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതും അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒത്തിരി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് രണ്ടും. ഇനി നെക്സ്റ്റ് സെക്ഷൻ നോക്കിയേ. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. എന്താണ് ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ്? അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അവരുടെ ഉത്തരവാദിത്തം എന്തൊക്കെയാണെന്ന് നോക്കി. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഈസ് എ പേഴ്സൺ ഹു വർക്ക്സ് ഇൻ ദ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ്. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണ്. അവരെന്ത് ചെയ്യുന്നു? മാനേജ് വേരിയസ് ടാസ്ക്. അവിടെ പല ടാസ്കുകള് അവര് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഈസ് എ പേഴ്സൺ ഹു വർക്ക്സ് ഇൻ, എവിടെ വർക്ക് ചെയ്യുന്നവരാ? ഫ്രണ്ട് ഓഫീസ്. ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണ്. ആൻഡ് മാനേജ് വേരിയസ് ടാസ്ക്. അവര് പല ടാസ്കുകള് കൈകാര്യം ചെയ്യുന്നുണ്ട്. കുറെയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ പറഞ്ഞു. പല ടാസ്കുകൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഡാഷ് ഈസ് എ പേഴ്സൺ ഹു വർക്ക് ഇൻ ദ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ്. അങ്ങനെ തന്നെയാണ് പറയാ നമുക്ക്. ആരാണ്? ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. He or she is responsible for basic clerical task. ഇനി അവർക്കുള്ള ഉത്തരവാദിത്തം എന്താ? എന്തുണ്ട്? ക്ലറിക്കൽ ടാസ്ക്. ക്ലറിക്കൽ എന്ന് പറഞ്ഞ എന്താ? ക്ലറിക്കൽ ഡ്യൂട്ടി, ക്ലറിക്കൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഓഫീസ് പരമായിട്ടുള്ള നോക്കിയില്ലേ? ചികിത്സയല്ല, അല്ലാത്ത കാര്യങ്ങള്. ക്ലറിക്കൽ ടാസ്ക്. ക്ലർക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ക്ലർക്ക്
ഓഫീസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, ടാസ്ക് സച്ച് ആസ് ആൻസറിങ് ഫോൺ കോൾസ്. അപ്പൊ എന്താണ് ക്ലറിക്കൽ ടാസ്കിൽ വരുന്നത്? ഫോൺ കോളുകൾ ആൻസർ ചെയ്യുക, അതിന് മറുപടി കൊടുക്കുക. ഗേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്, പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും ഒക്കെ അഭിവാദ്യം ചെയ്യുക. ആൻഡ് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഇൻ പ്രൊഫഷണൽ ആൻഡ് ടൈംലി മാനർ. എന്താണ്? അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുക, പ്രൊഫഷണൽ ആയിട്ടുള്ള ടൈംലി സമയബന്ധിതമായിട്ട്. അത് നമ്മളും അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോ നമ്പർ അനുസരിച്ച് ടൈമും കൂടി അവര് പറയും അല്ലെ. 20ാമത്തെ നമ്പറാണ്, അവരൊരു 11 മണിക്ക് എത്താൻ പറയും. അങ്ങനെയും കൂടി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ക്ലറിക്കൽ ടാസ്കിൽ വരുന്നതാണ്, ക്ലറിക്കൽ ടാസ്ക്. അപ്പോ ഈ റിസപ്ഷനിസ്റ്റ്, ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന് ഉള്ള ഒരു ബേസിക് ക്ലറിക്കൽ ടാസ്ക്, അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അതായത് ഫോൺ കോളുകള് ആൻസർ കൊടുക്കുക, പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും ഒക്കെ ഗ്രീറ്റ് ചെയ്യുക, അവരെ അഭിവാദ്യം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക. അത് പ്രൊഫഷണൽ ആയിട്ട് ടൈംലി മാനർ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുക. മോസ്റ്റ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ഇൻ ഫിസിഷ്യൻ ഓഫീസ്. ഇനി മിക്ക നമ്മള് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനും ഫിസിഷ്യന്റെ ഓഫീസിൽ വർക്ക് ചെയ്യാം, ഡെന്റിസ്റ്റിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യാം, ഹോസ്പിറ്റലുകളിൽ ഓർ അതർ മെഡിക്കൽ ഫെസിലിറ്റി അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ ഫെസിലിറ്റികളിലും വർക്ക് ചെയ്യാം. അണ്ടർലൈൻ ചെയ്തിട്ടേ, മോസ്റ്റ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ഇൻ എ ഡാഷ്. എവിടെയൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞേ? ഫിസിഷ്യന്റെ ഓഫീസിൽ വർക്ക് ചെയ്യാം അവർക്ക്, ഡെന്റിസ്റ്റിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യാം, ഹോസ്പിറ്റലില് അല്ലെങ്കിൽ അതർ മെഡിക്കൽ ഫെസിലിറ്റിയില് അവർക്ക് വർക്ക് ചെയ്യാം. അണ്ടർലൈൻ ചെയ്താത്. മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് എവിടേക്ക് വർക്ക് ചെയ്യാം? ഇപ്പൊ നമുക്ക് റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇത് നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ജോലി കിട്ടുമ്പോൾ നമുക്ക് എവിടെയൊക്കെ ജോലിക്ക് ഒരു പോസിബിലിറ്റി നമ്മൾ അറിയണ്ടേ? ഇവിടെയൊക്കെ നമുക്ക് സാധ്യതയുണ്ട്. ഫിസിഷ്യന്റെ ഓഫീസില്, ഡെന്റിസ്റ്റിന്റെ ഓഫീസില്, ഹോസ്പിറ്റലില്, മറ്റ് മെഡിക്കൽ ഫെസിലിറ്റിയില് ഒക്കെ ഇവർക്ക് വർക്ക് ചെയ്യാം. ഇനി സ്മോൾ ഓഫീസസ്, ഇനി ചെറിയ ഓഫീസസിലൊക്കെ ആണെങ്കിലോ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ്. ഇനി ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് 2 ഉത്തരവാദിത്തങ്ങളുണ്ട്. അതായത് 2 കാര്യങ്ങൾ ചെയ്യണം. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഓഫീസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ളതും. ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ്, ചികിത്സാ സംബന്ധമായിട്ടുള്ള ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ചികിത്സാ സംബന്ധമായിട്ടുള്ള ക്ലിനിക്കൽ ഡ്യൂട്ടീസ്, ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടി വരും. അതെന്ന് പറഞ്ഞാൽ ചെറിയ ഇതാണ്, ചെറിയ ഓഫീസസില്. അപ്പൊ വളരെ കുറച്ച് പേരൊക്കെ ഉള്ളെങ്കിൽ ഒരാൾക്ക് തന്നെ 2 മാനേജ് ചെയ്യാൻ പറ്റൂലേ? നിങ്ങളാണെങ്കിലും എന്താ പറയാ, ചില ഹെൽത്ത് ഇതിനകത്തൊക്കെ ചെല്ലുമ്പോൾ അവിടെ 1 or 2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. നേഴ്സ് തന്നെയായിരിക്കും ചിലപ്പോ റിസപ്ഷനിൽ ഇരിക്കുന്നത്. അങ്ങനെ അപ്പൊ അവിടെ ജസ്റ്റ് ഒരുപാട് പേരൊന്നും വന്നില്ലല്ലോ. അപ്പൊ ജസ്റ്റ് അവിടെ നിന്ന് അവര് ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ഇപ്പുറം വരും. അങ്ങനെ എന്താണ് അനുഷക്കുട്ടി മിസ്സേന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചേണ്ട്. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ നിങ്ങക്ക്? ക്ലറിക്കൽ എന്നാണോ? ക്ലറിക്കൽ അല്ല കേട്ടോ, ക്ലിനിക്കൽ ഡ്യൂട്ടീസ്. സ്മോളർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ആ സെന്റൻസ് ഒന്ന് നോക്കിയേ. ഇൻ സ്മോൾ ഓഫീസേഴ്സില് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം. ക്ലിനിക്കൽ CLINICAL ക്ലിനിക്കൽ ഡ്യൂട്ടീസ്, ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് ചെയ്യേണ്ടി വരും. ഇനി ഈ ലാർജർ ഓഫീസേഴ്സിൽ ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി വലിയ ഓഫീസേഴ്സിലാണെങ്കിൽ ഇപ്പൊ വലിയ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലോ they may only be responsible for administrative or
ക്ലറിക്കൽ ഡ്യൂട്ടി. അവിടെ ക്ലറിക്കൽ എന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേ. ഈ വലിയ ഓഫീസിലാണെങ്കിലേ അവർക്ക് എന്തിനുള്ള ഉത്തരവാദിത്തമുള്ളൂ? അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഓർ ക്ലറിക്കൽ ഡ്യൂട്ടി. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ ഭരണപരമായിട്ടുള്ളത്, ഓഫീസ് പരമായിട്ടുള്ളത്. ക്ലറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലറിക്കൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ക്ലറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലറിക്കൽ ഡ്യൂട്ടി ഓഫീസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ക്ലറിക്കൽ ഡ്യൂട്ടീസ്, അതിനുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ. only responsible for. അവിടെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്ക് വേറെ ആളുണ്ട്. മനസ്സിലായോ? എല്ലാം കൂടി വലിയ സ്ഥലമാണെങ്കിലോ, ലാർജർ ഓഫീസസിൽ അവർക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവർക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഈ വലിയ ഓഫീസേഴ്സില് നമുക്കിപ്പോ ഫിസിഷ്യന്റെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ വലിയ ഫെസിലിറ്റി ആണ്. വലിയ ഓഫീസിലാണെങ്കിൽ അവർക്ക് എന്തുള്ള ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ? only responsible for administrative or administrative അല്ലെങ്കിൽ ക്ലറിക്കൽ ഡ്യൂട്ടി. അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ക്ലറിക്കൽ ഡ്യൂട്ടി. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാലും ക്ലറിക്കൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സെയിം തന്നെയല്ലേ? സെയിം ആണത്. ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അവർക്ക്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? സ്മോൾ ഓഫീസിലാണെങ്കിൽ രണ്ടും ചെയ്യണം, അഡ്മിനിസ്ട്രേറ്റീവും ചെയ്യണം, ക്ലിനിക്കൽ ഡ്യൂട്ടിയും ചെയ്യണം. ഓക്കെ, ഇനി വലിയ ഓഫീസിലാണെങ്കിൽ അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് മാത്രം ചെയ്താൽ മതി. എല്ലാം കൂടി ഓടിയാടൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ വലിയ ഓഫീസിലാണെങ്കിൽ. അത്രേ ഉള്ളൂ. ദ പൊസിഷൻ, ഇനി ഇവരുടെ പൊസിഷൻ, ഈ പൊസിഷനെ നമുക്ക് എങ്ങനെ പറയാം? ദ പൊസിഷൻ ഈസ് റെഫേർഡ് ടു ആസ് മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്. അപ്പൊ ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്ന പൊസിഷനെ, ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്ന പൊസിഷനെ നമുക്ക് എങ്ങനെ റെഫർ ചെയ്യാം? എന്തിലേക്ക് പറയാം? റെഫേർഡ് ടു ആസ് മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയാം, മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയാം. ആ പൊസിഷൻ റിസപ്ഷനിസ്റ്റ് എന്ന് പറയാം, ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ എന്നും പറയാം. ക്ലിയർ ആണോ നോക്കിയേ? അപ്പൊ ഈ റിസപ്ഷനിസ്റ്റ് എന്ന പൊസിഷനെ നമുക്ക് ഈ പേരുകളിലും പറയാം. മനസ്സിലായോ? റിസപ്ഷനിസ്റ്റ് എന്ന് മാത്രമല്ല, ആ പൊസിഷനെ നമുക്ക് എന്തിലേക്ക് റെഫർ ചെയ്യാം? ഈസ് റെഫേർഡ് ടു ആസ് മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്. അത് അണ്ടർലൈൻ ചെയ്ത അവിടെ മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, മെഡിക്കൽ അസിസ്റ്റന്റ്, റിസപ്ഷനിസ്റ്റ് ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ. അപ്പൊ നമ്മൾ അവിടെ ഉണ്ടല്ലോ, ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടു. കറക്റ്റ് അല്ലേ നോക്കിയേ? ഫസ്റ്റ് സെന്റൻസ് ആ പാരഗ്രാഫിന്റെ. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ ക്ലറിക്കൽ ടാസ്ക് എന്ന് പറഞ്ഞില്ല, അത് ഏതൊക്കെയാണോ ഒന്ന് നോക്കി വെക്കാം. answering phone call, greeting the patient and visitors, scheduling appointments. അത് ക്ലറിക്കൽ ടാസ്കിൽ വരുന്നതാണ്. അത് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. പിന്നെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് എവിടെയൊക്കെ വർക്ക് ചെയ്യാം? അണ്ടർലൈൻ ചെയ്തില്ല ആ സെന്റൻസ്, ലാസ്റ്റ് സെന്റൻസ് രണ്ടാമത്തെ പാരഗ്രാഫിൽ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് ഏതാണ്? ഈ പൊസിഷൻ. ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന പൊസിഷനെ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയാം, മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയാം, റിസപ്ഷനിസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ എന്നും പറയാം. ആ ലാസ്റ്റ് സെന്റൻസ്, മൂന്നാമത്തെ പാരഗ്രാഫിലെ ലാസ്റ്റ് സെന്റൻസും കൂടി അണ്ടർലൈൻ ചെയ്തിടണം. ഓക്കെ, ഇനി നോക്കിയേ, മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇനി എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവിന്റെ മെയിൻ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി, ജോബ് എന്തൊക്കെയാണ് നോക്കിയേ? മെയിൻ ജോബ്, അവരുടെ ജോലി എന്താണ്, ഡ്യൂട്ടി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്? ഇതും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണ്ട കേട്ടോ, ബൈ ഹാർട്ട് ചെയ്യണ്ട. ഇവിടെ നമുക്ക് എത്രയാണ്? 24 പോയിന്റ്സ് ഉണ്ട്. 24 പോയിന്റ്സ് ബൈ ഹാർട്ട് ചെയ്യണ്ട. ഓരോ പോയിന്റ്സ് കാണുമ്പോൾ നമ്മള് ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഇത് വന്നതാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? നമുക്ക് അവിടെ ഓപ്ഷൻ ഉണ്ട് പിള്ളേരെ. നിങ്ങൾക്ക് ഓപ്ഷൻ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ തന്നെ. അപ്പൊ നമ്മളോട് റെസ്പോൺസിബിലിറ്റി എഴുതാൻ പറയൂല. അവിടെ റെസ്പോൺസിബിലിറ്റി തന്നിട്ട് വല്ല ഇൻക്ലൂഡ് ചെയ്തതാണോ അല്ലയോ എന്നൊക്കെ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും തന്നിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചാലും നമ്മൾ ഈ പോയിന്റ്സുകൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു റിസപ്ഷനിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വന്നതാണ്, ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വന്നതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ക്ലിയർ ആയോ പറഞ്ഞത്?
നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്ത്, ഒന്നാമത്തേല് സമയമില്ല, പല പല ഇതിനകത്തുനിന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾ, അമ്മമാര് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് വാരി വലിച്ച് മിസ് പറയുന്നില്ല, കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് എഫേർട്ട് എടുക്കണ്ട, എന്നാൽ ഒറ്റ മാർക്ക് പോലും പോകുമില്ല. ഏകദേശം മനസ്സിലായില്ലേ? ആ ഒരു ഐഡിയ വെച്ചിട്ട് പഠിക്കണം. ഫസ്റ്റ് ക്ലാസ് തുടങ്ങി ഞാൻ പറയാറുണ്ടല്ലോ, വെറുതെ വാരി വലിച്ച് എന്തെങ്കിലും പഠിക്കാതെ ഇപ്പൊ ഇതിന്ന് ഏത് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, നമ്മൾ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ആൻസർ ചെയ്യാം. അതൊന്നും നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വേണം പഠിക്കാൻ. അപ്പൊ ഇവിടെ ഒന്നാമത്തെ പോയിന്റ് നോക്കി, എന്താണ് ഈ പോയിന്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കിക്കൊള്ളാം. ആർക്കടെ? റിസപ്ഷനിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി, ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റീസിൽ വന്നതാണ് എന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ പോയിന്റ് നോക്കി, പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ കുറെ വന്നിട്ടുണ്ട് കേട്ടോ, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. വെൽക്കം ആൻഡ് ഗ്രീറ്റ് ഓൾ ദ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് പേഴ്സണലി ഓർ ഓവർ ദ ഫോൺ. പേഷ്യൻസിനെ, എല്ലാ വിസിറ്റേഴ്സിനെയും വെൽക്കം ചെയ്യുക, സ്വാഗതം ചെയ്യുക, അവരെ അഭിവാദ്യം ചെയ്യുക, എങ്ങനെ പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയോ. ആർക്കടെ റെസ്പോൺസിബിലിറ്റിയോ? റിസപ്ഷനിസ്റ്റിന്റെ അല്ലേ? Welcome and greet all the patients and visitors personally or over the phone. Welcome and greet all patients and visitors. അത്രയാണ് അണ്ടർലൈൻ ചെയ്തിട്ടാലും മതി, മൊത്തമായിട്ടൊന്നും നോക്കണമെന്നില്ല. വെൽക്കം ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, വെൽക്കം ചെയ്യാൻ ആദ്യം ഇരിക്കുന്ന ആളുകളാണ് അവിടെ റിസപ്ഷനിസ്റ്റ്. സംശയമില്ലല്ലോ അല്ലെ? ഓക്കെ ആണ്. ഇനി അത് ഒന്നില്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയോ. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ദ റിസപ്ഷനിസ്റ്റ് if you can't verbally greet the patients. ഇനി നമ്മളുണ്ടല്ലോ, കുറെ പേരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആസ് എ റിസപ്ഷനിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് എല്ലാവരോടും ചിലപ്പോ വെർബലി സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ? ഒരു 10-12 പേരൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ വേഗം ഒരുമിച്ച് വരികയാണെങ്കിൽ എല്ലാവരോടും നമുക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ. ഓരോരുത്തരില്ലേ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവരോട് വെർബലി സംസാരിക്കാൻ പറ്റും. വാക്കാല് അവരോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യണം എന്നറിയോ? ഗെറ്റിംഗ് ഐ കോണ്ടാക്ട്. അവരുമായിട്ട് ഒരു കണ്ണുകൊണ്ട് ഒരു കോണ്ടാക്ട് വേണമെന്ന്. അതായത് കണ്ണുകൊണ്ട് കാണാലോ നമുക്ക്. ഒരു 10 പേര് നമ്മുടെ ഫ്രണ്ടിലുണ്ടെങ്കിൽ 10 പേരെ ജസ്റ്റ് ഒന്ന് നോക്കാലോ അല്ലേ? ഞാൻ അങ്ങനെയല്ലേ, ഞാൻ വീഡിയോ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല, എന്നാലും എന്റെ മുന്നില് ഇവിടെ സ്ക്രീനിൽ കാണുന്ന എല്ലാ പേരുകളിലൂടെ എന്റെ കണ്ണ് ഓടിപ്പോണ്ട്. ഒരു കണ്ണുകൊണ്ട് നമുക്കൊരു കോണ്ടാക്ട് വേണം അവിടെ, നേരിട്ട് കാണുന്നില്ലല്ലോ. ഗെറ്റിംഗ് ഐ കോണ്ടാക്ട് വിത്ത് ദം, ലെറ്റ് ദം നോ യു ആർ അവെയർ ഓഫ് ദെയർ പ്രസൻസ് ആൻഡ് വിൽ ഗെറ്റ് ദം ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പൊ എന്ത് വേണമെന്നറിയോ? അതായത് അവർക്ക് അവരുടെ പ്രസൻസ് നമ്മൾ അറിഞ്ഞു അല്ലേ? നിങ്ങളുടെ പ്രസൻസ് അറിഞ്ഞു എന്നുള്ളൊരിത് വേണം അവർക്ക്. അതുപോലെ ഉടനെ തന്നെ നിങ്ങൾ വിളിക്കും. കണ്ടോ? അങ്ങനെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഇപ്പൊ എന്റെ ഫ്രണ്ടില് ഇപ്പൊ നമ്മൾ എത്ര പേര്, 75 പേര് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. 75 പേരുമായിട്ട് എനിക്കൊരു കോണ്ടാക്ട് ഉണ്ട്. ഇവിടെ ആര് മെസ്സേജ് ഇട്ടാലും ഞാൻ കാണുന്നില്ലേ, അതിന് ഞാൻ പെട്ടെന്ന് റിപ്ലൈ അടിക്കുന്നുണ്ട്. നിങ്ങളുടെ തമ്പുകൾ കാണുന്നുണ്ട്. ഹർഷയാണ് ഫസ്റ്റ് തമ്പ് വന്നേക്കണേ, രണ്ടാമത് മായ ഹാർട്ട് ഇട്ടുണ്ട്. കണ്ടോ? അങ്ങനെ സ്വാതി ഒക്കെ നമ്മളത് നോക്കി പോണ്ട്. അപ്പൊ അതുപോലെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമ്മള് റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വന്നവരോട് നേരിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും കണ്ണുകൊണ്ട് അവരുമായിട്ട് ഒരു കോണ്ടാക്ട് വെക്കണം. പിന്നെ എന്താണ്? കണ്ടു കേട്ടോ, ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ പ്രസൻസ് ഞാൻ അറിയുന്നുണ്ട്, ഉടനെ തന്നെ നിങ്ങളെ വിളിക്കാം, ആസ് സൂൺ ആസ് പോസിബിൾ, പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളെ വിളിക്കാം എന്നുള്ള ഒരു മൈൻഡ് നമ്മൾ കണ്ണും കൊണ്ട് കാണിക്കൂലേ അല്ലെ? ഓക്കെ ഇപ്പൊ വിളിക്കാട്ടോ എന്നുള്ള ഒരു ഭാവമില്ലേ നമ്മുടെ ഫേസിൽ, വലിയൊരു എക്സ്പ്രഷൻ അല്ലെ? അപ്പൊ ആ ഒരു കോണ്ടാക്ട് വേണം. അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരൂലേ അല്ലെ? നിങ്ങളൊരു 10 പേരുടെ ബാക്കിലാവും, എന്നാലും നമ്മൾ പറയും അവര് നമ്മളെ ശ്രദ്ധിച്ചുകൂടിയില്ല അല്ലെങ്കിൽ കണ്ടുകൂടി ഇല്ല എന്നൊരു തോന്നല് വരും അവിടെ അല്ലെ? അങ്ങനെ പാടില്ല. എല്ലാവരോടും നല്ല രീതിയിൽ ഡീൽ ചെയ്യണം. ഇപ്പൊ തിരക്കായതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ തന്നെ നിങ്ങൾ വിളിക്കാം എന്നുള്ള ഒരു മൈൻഡോട് കൂടി വേണം അവരോട് സംസാരിക്കുക, അവരെ നോക്കാനായിട്ട്. ആ ഒരു കണ്ണുകൊണ്ട് ഒരു കോണ്ടാക്ട് വെക്കണം. ക്ലിയർ ആയില്ലേ? രണ്ടാമത്തെ പോയിന്റ്. ഇതും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റിസപ്ഷനിസ്റ്റിന്റെ ആണെന്ന് അറിയാതെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആരും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നന്നായിട്ട് ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഈ പോയിന്റ്സുകൾ 24 ഇന്ന് തന്നെ ഒന്ന് നിങ്ങളൊന്ന് റീഡ് ചെയ്തോളണം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. യു കാൻ വെർബലി ഗ്രീറ്റ്. വെർബലി നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് എങ്കിലും വെക്കണം.
Respond to enquiries by patient, prospective patients and visitors in courteous manner. ഇനി എന്ത് ചെയ്യുക? റെസ്പോണ്ട് ചെയ്യുക. എൻക്വയറീസ്, പേഷ്യൻസിന്റെ അന്വേഷണങ്ങള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രോസ്പെക്റ്റീവ് വരാൻ പോകുന്ന പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് ഇൻ courteous, മര്യാദ മാന്യമായ രീതിയിൽ അവരുടെ അന്വേഷണങ്ങളോട് റെസ്പോണ്ട് ചെയ്യുക. എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പോയി പണി നോക്കുക, പിന്നെ പറയാ ഇപ്പൊ ഞാൻ തിരക്കാം, അങ്ങനെയല്ല പറയേണ്ടത്, ഉടനെ തന്നെ. അപ്പൊ അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് റെസ്പോണ്ട് ചെയ്യുക. ഇത് നല്ലൊരു, നമ്മളെ കുറിച്ചും ഹോസ്പിറ്റലിനെ കുറിച്ചൊരു നല്ലൊരു മതിപ്പല്ലേ. എന്തെങ്കിലും അറിയില്ലാഞ്ഞിട്ടാണല്ലോ ചോദിക്കുന്നത്. അപ്പൊ എത്ര തിരക്കാണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് അതിനൊന്ന് റെസ്പോണ്ട് ചെയ്യുക. റെസ്പോണ്ട് ടു എൻക്വയറീസ്, അത്ര അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. അത് അന്വേഷണങ്ങളോട് സപ്പോർട്ട് ചെയ്യുക, സിമ്പിൾ ആക്കി തരുന്നതാണ്. നോക്കിയേ, രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ് പ്രോട്ടോകോൾ. അതായത് ഹോസ്പിറ്റലിലെ സ്ഥാപിതമായിട്ടുള്ള പ്രോട്ടോകോളുകൾ അതിനനുസൃതമായിട്ട് പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് എങ്ങനെ? അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾ, സ്ഥാപിതമായിട്ടുള്ള പ്രോട്ടോകോള് അതിനനുസൃതമായിട്ട് പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ന്യൂ പേഷ്യൻസ്, അത്രയും മതി, അത്ര അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. Register new patients. Then, അടുത്ത പോയിന്റ് നോക്കിയേ, register new patients and update existing patient demographic by collecting detailed patient information that include the personal and the financial information. Register new patients. എന്ത് ചെയ്യാ? പുതിയ പേഷ്യൻസിനെ, പുതുതായിട്ട് വരുന്ന പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. ആൻഡ് അപ്ഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പുതുക്കുക, അല്ലെങ്കിൽ നവീകരിക്കുക. എക്സിസ്റ്റിംഗ് പേഷ്യൻസ്, ഇപ്പൊ നിലവിലെ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസ് ഇല്ലേ, അവരെ എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്യുക. പേഷ്യൻസ് ഡെമോഗ്രാഫിക് ബൈ കളക്ടിങ് ഡീറ്റെയിൽഡ് പേഷ്യന്റ് ഇൻഫർമേഷൻ ദാറ്റ് ഇൻക്ലൂഡ് പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഓരോ പേഷ്യൻസിനെ പേഴ്സണൽ ആയിട്ടുള്ള, വ്യക്തിപരമായിട്ടുള്ള, സാമ്പത്തികപരമായിട്ടുള്ള വിവരങ്ങള് തുടങ്ങിയ വിവരങ്ങൾ, അതാണ് പേഷ്യന്റ് ഡെമോഗ്രാഫിക് എന്ന് പറയുന്നത്. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള, ഫിനാൻഷ്യൽ ആയിട്ടുള്ള, സാമ്പത്തികപരമായിട്ടുള്ള വിവരങ്ങള് അതുൾപ്പെടെ ആ സാമ്പത്തിക പശ്ചാത്തലം എങ്ങനെയാണ് തുടങ്ങിയ വിവരങ്ങൾ ശേഖരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പഴയ പേഷ്യൻസിനെ അപ്ഡേറ്റ് ചെയ്യുക, പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. അത്ര അണ്ടർലൈൻ ചെയ്താൽ മതി. രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് ആൻഡ് അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് പേഷ്യൻസ്. എളുപ്പത്തിലാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നെ. ഇത്രയും വലിയത് മുഴുവന് വാരി വലിച്ച് പഠിക്കേണ്ട. ആർക്കടെ റെസ്പോൺസിബിലിറ്റി ആണ്? റിസപ്ഷനിസ്റ്റ്. സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റണം നമുക്ക്. പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക, പഴയത് അപ്പൊ നിലവിൽ അവിടെയുള്ള പേഷ്യൻസ് അവരുടെ ഏതാ പേഴ്സണൽ ആയിട്ടുള്ള, ഫിനാൻഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് അവരെ എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത നോക്കിയേ, അടുത്ത പോയിന്റ് അസിസ്റ്റ്. എത്രാമത്തെ? 6ാമത്തെ പോയിന്റ് ആണ് കേട്ടോ, നമ്പർ ഇല്ല നമുക്ക്. Okay, assist patients to complete all necessary forms and documentation, including medical insurance. Assist ചെയ്യാന്ന് വെച്ചാൽ എന്താ? അവരെ സഹായിക്കുക. എന്തിന് സഹായിക്കണേ? Patient to complete all the necessary forms and documentation, including medical insurance. Medical insurance ഉൾപ്പെടെയുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള ഫോമുകള്, ഡോക്യുമെന്റേഷൻ, ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പേഷ്യൻസിനെ സഹായിക്കുക. അസിസ്റ്റന്റ് പേഷ്യൻസ് എന്തിനാണ് സഹായിക്കണേ? കംപ്ലീറ്റ് ഓൾ ദ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ. എല്ലാ ഫോംസുകളും ഡോക്യുമെന്റുകളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക. ഇപ്പൊ എന്തെങ്കിലും അറിയില്ലെങ്കിലൊക്കെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവർ ആ ഫോമുകളൊക്കെ ഇപ്പൊ എല്ലാവർക്കും എല്ലാവരും ഫില്ല് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല അല്ലെ, ചില സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അത് വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്ത് അവരെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുക. അടുത്ത പോയിന്റ് നോക്കിയേ, ensure patients
to complete all necessary forms and documentation, including medical insurance. Insure ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഉറപ്പുവരുത്തുക. ഉറപ്പുവരുത്തുക. Patients to complete all the necessary forms and their documentation, including medical insurance. Medical insurance ഉൾപ്പെടെയുള്ള എല്ലാ ആവശ്യമായിട്ടുള്ള ഫോമുകളും ഡോക്യുമെന്റുകളും കംപ്ലീറ്റ് ആണ്, അവര് കംപ്ലീറ്റ് ആക്കി എന്ന് ഉറപ്പുവരുത്തുക. പേഷ്യൻസ് അത് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടെന്നേ അവര് റിസപ്ഷനിസ്റ്റ് ഉറപ്പുവരുത്തണം. ഇപ്പൊ ഫോം ഫില്ല് ചെയ്തിട്ടൊക്കെ നമ്മുടെ കയ്യിൽ തരുമ്പോ റിസപ്ഷനിസ്റ്റ് അതൊക്കെ നോക്കണം, ഏതെങ്കിലും കോളം വിട്ടുപോയിട്ടുണ്ടോ, എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ, പേഷ്യൻസ് എല്ലാ ഫോമുകളൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. ക്ലിയർ ആയോ? രണ്ട് ഡിഫറൻസ് മനസ്സിലായോ? മറ്റേത് കംപ്ലീറ്റ് ചെയ്യാൻ അവരെ സഹായിക്കണം. ഇനി എന്താ? പേഷ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഏതെങ്കിലും വിട്ടു നിങ്ങൾ ഫോം ഒക്കെ മേടിച്ച് നോക്കി കഴിയുമ്പോ ഏതെങ്കിലും കോളമൊക്കെ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് അത് തിരിച്ചു കൊടുത്തിട്ട് അതുകൂടി ഫില്ല് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ അത് മേടിച്ച് വെക്കുമ്പോൾ അത് എല്ലാം ഓക്കെ ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് റിസപ്ഷനിസ്റ്റ് ആണ്. ഇനി അടുത്ത് നോക്കിയേ. Ensure patient's information is accurate, including billing information. Billing information ഉൾപ്പെടെയുള്ള എല്ലാ പേഷ്യൻസിന്റെയും വിവരങ്ങൾ ആക്യുറേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും കറക്റ്റ് ആണ്, കൃത്യമാണ്, ആക്യുറേറ്റ് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. Ensure patient information is accurate, including billing information. Billing information ഉൾപ്പെടെയുള്ള ബില്ലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. Then inform patients about medical office procedures and policies. ഇനി എന്ത് ചെയ്യുക? inform എന്ന് വെച്ചാൽ അവരെ അറിയിക്കുക, പേഷ്യൻസിനെ അറിയിക്കുക. എന്ത്? about medical office procedures and policy. മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയർ എങ്ങനെയാണ്, പോളിസികൾ എന്താണ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഓരോ ഇതിന് മെഡിക്കൽ ചികിത്സാ സംബന്ധമായിട്ട് അവിടെ നടത്തുന്ന പ്രൊസീജിയർ, പോളിസി എന്തൊക്കെയാണ്, അതിനെ കുറിച്ച് പേഷ്യൻസിനെ അറിയിക്കുക, ഇൻഫോം ചെയ്യുക, പേഷ്യൻസിനെ അറിയിക്കുക. പത്താമത്തെ പോയിന്റ് നോക്കിയേ. Maintain and manage patients record. പേഷ്യൻസിന്റെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക, മാനേജ് ചെയ്യുക. 10 പോയിന്റ്സ് ആണ് കേട്ടോ അപ്പൊ പറഞ്ഞത്. വേഗം ഒന്ന് വായിച്ചു നോക്കി, അത് കഴിഞ്ഞിട്ട് അടുത്തത് നോക്കാം. ഒറ്റയടിക്ക് ഫുള്ള് നോക്കുമ്പോൾ നിങ്ങൾക്കും ഇതാവും. 10 പോയിന്റ്സ് നമ്മൾ ആദ്യത്തെ 10 പോയിന്റ്സ് ആണ് പറഞ്ഞത്. മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്സ്. അതുവരെ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. ഓക്കെ ആണോ മക്കളെ? 10 പോയിന്റ്സും സംശയമൊന്നുമില്ല അല്ലെ? ഓക്കെ, വെരി ഗുഡ്. എല്ലാം എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. നിങ്ങളൊന്നുകൂടി ഒന്ന് പെട്ടെന്ന് നോക്കാം. പ്രത്യേകിച്ച് അത് പഠിക്കാനായിട്ട് നിൽക്കണ്ട. ഒന്നാമത്തെ എന്താണ്? എല്ലാ പേഷ്യൻസിനെ വിസിറ്റേഴ്സിനെ വെൽക്കം ചെയ്യുക, അവരെ അഭിവാദ്യം ചെയ്യുക. പിന്നെ നേരിട്ട് നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് വെക്കുക. പിന്നെ പേഷ്യൻസിന്റെ സംശയങ്ങളോട് ഒക്കെ മാന്യമായ രീതിയിൽ അവരുടെ അന്വേഷണങ്ങളോടൊക്കെ റെസ്പോണ്ട് ചെയ്യുക, പ്രതികരിക്കുക. പിന്നെ ഹോസ്പിറ്റലിലെ സ്ഥാപിതമായിട്ടുള്ള പ്രോട്ടോകോള് അതിനനുസൃതമായിട്ട് പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. പിന്നെ അടുത്ത പോയിന്റിലും അത് തന്നെയാണ്, പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക, നിലവിലുള്ള പേഷ്യൻസിനെ അപ്ഡേറ്റ് ചെയ്യുക.
ഇനി അടുത്തത് എന്താ, എല്ലാ ഫോമുകളും അവർക്ക് ആവശ്യമായ എല്ലാ ഫോമും ഡോക്യുമെന്റുകളും മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ളത് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പേഷ്യൻസിനെ സഹായിക്കുക, അസിസ്റ്റ് ചെയ്യുക, സഹായിക്കുക. പിന്നെ അവര് പേഷ്യൻസ് എല്ലാ ഫോമും ഡോക്യുമെന്റും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. പിന്നെ ബില്ലിംഗ് ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ എന്താണ്, ഇൻഫോം, അറിയിക്കുക, പേഷ്യൻസിനെ അറിയിക്കുക, മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയർ പോളിസികള് ഇതെല്ലാം പേഷ്യൻസിനെ അറിയിക്കുക. പിന്നെ എന്താണ്, മെയിൻറ്റെയിൻ ചെയ്യുക, മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുക, പരിപാലിക്കുക പേഷ്യൻസിന്റെ റിപ്പോർട്ടുകൾ. ഓക്കെ ആണ് അല്ലേ? 11ാമത്തെ പോയിന്റ് നോക്കി. ഇനി പകുതി ഞാൻ അങ്ങനെ പറഞ്ഞതാട്ടോ, അല്ലെങ്കിൽ ഫുൾ ആകുമ്പോ നിങ്ങൾക്ക് വരും. ഒന്നുകൂടി നമ്മളൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോയിരുന്നുള്ളൂ. ഓക്കെ, ഇനി നോക്കിയേ, ഓൾ പേഷ്യൻസ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആർ ഷെഡ്യൂൾഡ്. അടുത്ത എന്താ, മൂവ് പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കുക. എങ്ങനെ, എത്ര അപ്പോയിന്റ്മെന്റ്സിൽ കൂടെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് അതിൽ കൂടെ പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കുക. അതായത് നമ്മൾ കറക്റ്റ് ഇപ്പൊ ഓരോ നമ്പറും അതിനനുസരിച്ചുള്ള ടൈമും കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ എത്രയാണ്, 10ാമത്തെ ടോക്കൺ നമ്പർ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സമയത്ത് തന്നെ ആയിരിക്കണം അല്ലെ? അപ്പോഴും നമ്മൾ അവിടെ ടൈം കൂടി കൊടുക്കും, 10 മണിക്ക് എത്തണം അല്ലെ? അതിനനുസരിച്ച് നമ്മൾ അതിൽ കൂടെ തന്നെ കൺജസ്റ്റഡ് ഒക്കെ ആവാതെ നമ്മൾ വലിയ തിരക്കില്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്തിട്ടില്ലേ അപ്പോയിന്റ്മെന്റ്സ്, അതിൽ കൂടെ തന്നെ പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കുക. അടുത്ത നോക്കിയാൽ ഫെസിലിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ സുഗമമാക്കുക, സുഗമമാക്കുക. Patient flow by notifying the provider the patient arrival, being aware of delay and communicating with the patient and the clinical staff. ഇനി പേഷ്യൻസിന്റെ വരവ് പ്രൊവൈഡേഴ്സിനെ, പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കുകള്, അവരെ അറിയിക്കുക. ഇനി എന്തെങ്കിലും ഡിലേ ഉണ്ടോ, എന്തെങ്കിലും വൈകുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കാലതാമസമൊക്കെ ഉണ്ടോ, അതിനെ കുറിച്ച് അവർക്ക് അവെയർ ആക്കുക, ബോധവാന്മാരാക്കുക. പേഷ്യൻസും ക്ലിനിക്കൽ സ്റ്റാഫുമായിട്ടൊക്കെ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ആ രീതിയിൽ അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, പേഷ്യൻസിന്റെ ഫ്ലോ സുഗമമാക്കുക. അപ്പൊ നമ്മുടെ പേഷ്യൻസ് ചെല്ലിനേക്കാൾ മുന്നേ നമ്മളപ്പോ ഇങ്ങനെ പേഷ്യന്റ് വരുന്നുണ്ട് എന്ന് ആ പ്രൊവൈഡേഴ്സ് ക്ലിനിക്കുകളെ അറിയിക്കുക. ഇനി വൈകുകയാണെങ്കിൽ അതും ഒക്കെ അറിയിക്കുക. അങ്ങനെ അതുപോലെ തന്നെ പേഷ്യൻസും ക്ലിനിക്കൽ സ്റ്റാഫുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പേഷ്യന്റിന്റെ ഫ്ലോ സുഗമമാക്കുക. ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് ഫ്ലോ, അത്ര അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. ഫുൾ ആയിട്ടൊന്നും നോക്കണമെന്നൊന്നുമില്ല. ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് ഫ്ലോ, പേഷ്യന്റിന്റെ ഫ്ലോ സുഗമമാക്കുക. അടുത്ത പോയിന്റ് നോക്കിയേ, ആൻസറിങ് ഇൻകമിംഗ് കോൾസ് ആൻഡ് ഡീൽസ് വിത്ത് എൻക്വയറീസ്. പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ആൻസറിങ് ഇൻകമിംഗ് കോളുകള്, എൻക്വയറി, ഇതിനെയൊക്കെ കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുക, ആൻസർ ചെയ്യുക. പറഞ്ഞതാണ്, അന്വേഷണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. ആൻസർ ദ ഫോൺ വൈൽ മെയിൻറ്റെയിനിങ്. ഇനി നമ്മൾ ഫോൺ കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയാ, വൈൽ മെയിൻറ്റെയിൻ പൊളൈറ്റ്, മര്യാദയോടുകൂടി, കൺസിസ്റ്റന്റ് ഫോൺ മാനർ, സ്ഥിരമായിട്ടുള്ള ഒരു ഫോൺ മാനർ. നമുക്ക് കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത നല്ലൊരു ഫോൺ മാനർ ഉപയോഗിച്ചുകൊണ്ട്, യൂസിങ് പ്രോപ്പർ ടെലിഫോൺ എറ്റിക്വിറ്റീസ്. എറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ മര്യാദകളാണ് കേട്ടോ. എറ്റിക്വിറ്റി, മര്യാദകൾ നിങ്ങൾക്ക് പഠിക്കാണ്ട് കേട്ടോ. ഇതിന്റെ ലാസ്റ്റ് പഠിക്കാണ്ട് ടെലിഫോൺ എറ്റിക്വിറ്റീസ് പഠിക്കാണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ടെലിഫോൺ മര്യാദകള് പാലിക്കുക. അപ്പൊ അതിനകത്ത് നിങ്ങൾ ആ പോയിന്റ് ഇത്രയും അണ്ടർലൈൻ ചെയ്താൽ മതി. ആൻസർ ഇൻകമിംഗ് കോൾസ് ആൻഡ് ഡീലിംഗ് വിത്ത് എൻക്വയറീസ്. ഇൻകമിംഗ് കോളുകൾ ആൻസർ ചെയ്യുക, എൻക്വയറി അന്വേഷണങ്ങൾ ഡീൽ ചെയ്യുക, കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുക. ഇനി ഫോൺ ആൻസർ ചെയ്യുമ്പോഴും പൊളൈറ്റ്, മര്യാദയോടുകൂടി, ഫോൺ മാനർ, മാറ്റമില്ലാത്ത സ്ഥിരമായിട്ടുള്ള ഒരു ഫോൺ മാനർ, ടെലിഫോൺ മര്യാദകൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് ഫോണുകൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം എന്നുള്ളതുള്ളൂ. പിന്നെ അടുത്ത ട്രാൻസ്ഫർ കോൾസ് ആർ റിക്വയർഡ്. ആവശ്യാനുസരണം കോളുകൾ ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പൊ നമ്മൾ ഫ്രണ്ട് ഓഫീസിലേക്ക് വിളിച്ച് ചെയ്യുമ്പോൾ അവരെ ഏതെങ്കിലും ഒരു സെക്ഷനിലേക്കൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കൂലേ, ട്രാൻസ്ഫർ ചെയ്യൂലേ കോളുകൾ, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ കോൾസ് ആർ റിക്വയർഡ്. ഇനി കളക്ട് കോപ്പീസ് ആൻഡ് പേയ്മെന്റ്സ്. കോപ്പേ ആൻഡ് പേയ്മെന്റ്സ്. കോപ്പേ എന്ന് പറഞ്ഞാൽ എന്താ കേട്ടിട്ടുണ്ടോ? കോപ്പേസ്
അതായത് നമ്മളൊരു ഡോക്ടറിന്റെയോ ഒരു അപ്പോയിന്റ്മെന്റിനോ അവർക്കുടെ ഒരു വിസിറ്റിങ്ങിനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു പേഷ്യന്റ് മുൻകൂട്ടി അടയ്ക്കുന്ന ഫീസ്, അഡ്വാൻസ് പോലെ നമ്മൾ മുൻകൂട്ടി അടയ്ക്കുന്ന ഫീസാണ് കോപ്പേ എന്ന് പറയുന്നത്. കോപ്പേസ്, കളക്ട് കോപ്പേസ് ആൻഡ് പേയ്മെന്റ്സ്. മുൻകൂട്ടി അടയ്ക്കുന്ന അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ മുൻകൂട്ടി അടയ്ക്കുന്ന ഫീസാണ് ഇത് കോപ്പേ എന്ന് പറയുന്നത് കേട്ടോ. കോപ്പേകള്, പേയ്മെന്റ്സുകള്, പേയ്മെന്റ് കാര്യങ്ങള് ഇതൊക്കെ കളക്ട് ചെയ്യുക. അതൊക്കെ നമുക്കറിയാം. പൈസയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ റിസപ്ഷനിസ്റ്റ് ആണെന്ന് പറഞ്ഞതാണ് അവിടെ. ഇനി അടുത്ത നോക്കിയേ, റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് റിക്വയർഡ്. ആവശ്യാനുസരണം എന്താണ്? സ്ഥിതിവിവര കണക്കുകൾ. സ്ഥിതിവിവര കണക്കുകൾ. റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് റിക്വയർഡ്. ആവശ്യമായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകൾ കൃത്യമായിട്ടൊക്കെ അവിടെ റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് റിക്വയർഡ്. ആവശ്യാനുസരണം സ്ഥിതിവിവര കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുക. അടുത്ത നോക്കിയ, ഷെഡ്യൂൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ, ടെസ്റ്റ്, സ്കാൻ ആൻഡ് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ് ഫോർ പേഷ്യൻസ്. ഇനി എന്ത് ചെയ്യാ? ഹോസ്പിറ്റലിലെ അഡ്മിഷൻസ് ഷെഡ്യൂൾ ചെയ്യുക, ടെസ്റ്റുകള്, സ്കാൻ കാര്യങ്ങള് ആൻഡ് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ് ഫോർ പേഷ്യൻസിനായിട്ട് വേണ്ടിയുള്ള ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ് ഇതൊക്കെ എന്ത് ചെയ്യുക? ഷെഡ്യൂൾ ചെയ്യുക. ഷെഡ്യൂൾ ചെയ്യുക. അടുത്തത് നോക്കിയേ, obtain external medical reports as required by medical professionals. മെഡിക്കൽ പ്രൊഫഷണൽസ്, അതായത് ഡോക്ടേഴ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളില്ലേ, അതായത് എക്സ്റ്റേണൽ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുക. പുറത്തു നിന്നൊക്കെ ഉള്ള എന്തെങ്കിലും മെഡിക്കൽ റിപ്പോർട്ടുകളില്ലേ, അത് ലഭ്യമാക്കുക. obtain external medical reports as required by ആർക്ക്? മെഡിക്കൽ പ്രൊഫഷണൽസ്. മെഡിക്കൽ പ്രൊഫഷണൽസിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുക. മെഡിക്കൽ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുക. 19ാമത്തെ പോയിന്റ് നോക്കിയേ, റെസ്പോണ്ട് ആൻഡ് കംപ്ലൈൻ ടു റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻസ്. റെസ്പോണ്ട് ചെയ്യുക, പ്രതികരിക്കുക. ആൻഡ് കംപ്ലൈൻ എന്ന് വെച്ചാൽ അനുസരിക്കുക, പാലിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. കംപ്ലൈൻ ടു റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻസ്. വിവരങ്ങൾക്കായിട്ടുള്ള എന്തെങ്കിലും റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുക, അതിനോട് റെസ്പോണ്ട് ചെയ്യുക. റെസ്പോണ്ട് ആൻഡ് കംപ്ലൈൻ ടു റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. എന്തിനു വേണ്ടി? വിവരങ്ങൾക്കായിട്ടുള്ള എന്തെങ്കിലും റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനോട് അതനുസരിക്കുക, അത് നടത്തി കൊടുക്കുക, അതിനോട് റെസ്പോണ്ട് ചെയ്യുക. അടുത്തത് 20ാമത്തെ പോയിന്റ്, ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്. ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്. അതായത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ ഇല്ലേ, ബന്ധപ്പെട്ട ലെറ്ററോ അല്ലെങ്കിൽ അങ്ങനെ പോസ്റ്റൽ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഡീൽ ചെയ്യുക. ഹോസ്പിറ്റലിലേക്ക് വരുന്ന ലെറ്റേഴ്സ് അല്ലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇപ്പൊ നമ്മൾ ഓർഡർ കാര്യങ്ങളൊക്കെ കൊടുക്കും, സാധനങ്ങൾക്ക് പർച്ചേസിനുള്ള അങ്ങനെയുള്ള എഴുത്തുമുത്തും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് അങ്ങനെയുള്ളത് കേട്ടോ. ഇൻകമിങ് ഔട്ട് ഗോയിങ് പോസ്റ്റ് അത് ഡീൽ ചെയ്യുക. 20 പോയിന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി. നമ്പർ ഇല്ലാത്തവരണേ ഓക്കെ ആണോ പിള്ളേരെ? ബാക്കിത്തെ പോയിന്റ്സ് കൂടി വെറുതെ വായിച്ചു വെച്ചാൽ മതി, ഒരുപാടൊന്നും ഇല്ല. ഓക്കെ. 11ാമത്തെ എന്താണ്? നമ്മൾ ഷെഡ്യൂൾ ചെയ്ത അപ്പോയിന്റ്മെന്റ്സിൽ കൂടെ പേഷ്യൻസിനെ കൃത്യമായിട്ട് മൂവ് ചെയ്യിക്കുക. പേഷ്യന്റിന്റെ ഫ്ലോ അത് സുഗമമാക്കുക. ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് ഫ്ലോ, അത്ര മതി. പിന്നെ ഇൻകമിങ് കോൾസ്, എൻക്വയറീസ്, അന്വേഷണങ്ങൾ അതൊക്കെ ഡീൽ ചെയ്യുക. ഇൻകമിങ് കോൾസ് ആൻസർ ചെയ്യുക. കോൾസുകൾ ആവശ്യാനുസരണം ട്രാൻസ്ഫർ ചെയ്യുക.
കോപ്പികള്, പേയ്മെന്റ്സുകള് ഇതൊക്കെ ശേഖരിക്കുക. പിന്നെ സ്ഥിതിവിവര കണക്കുകള് റിപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തത് ഷെഡ്യൂൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ, ടെസ്റ്റ്, സ്കാന്, ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ് ഫോർ പേഷ്യൻസിന് വേണ്ടി ഇതൊക്കെ ഷെഡ്യൂൾ ചെയ്യുക. മെഡിക്കൽ പ്രൊഫഷണൽസിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട്, മെഡിക്കൽ റിപ്പോർട്ട് ലഭ്യമാക്കുക. എക്സ്റ്റേണൽ മെഡിക്കൽ റിപ്പോർട്ട് അത് ലഭ്യമാക്കുക. പിന്നെ വിവരം നമുക്ക് ഇൻഫർമേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതിനോട് അനുസരിക്കുക, അത് നടത്തി കൊടുക്കുക, അല്ലെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുക. ഇൻകമിങ് ഔട്ട് ഗോയിങ് പോസ്റ്റ് അത് ഡീൽ ചെയ്യുക. ഓക്കെ, അടുത്തത് നോക്കിയേ, നമ്മൾ 20 എണ്ണാണ് കേട്ടോ പറഞ്ഞത്, കുറച്ചും കൂടി ഉള്ളൂ. കംപ്ലീറ്റ്, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആസ് ഡിസൈൻഡ്, അസൈൻ ചെയ്യാന്ന് വെച്ചാൽ നിയോഗിക്കുക. അവർക്ക് നിയോഗിച്ചിട്ടുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ്, ക്ലറിക്കൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ്, നമുക്ക് ഓഫീസ് പരമായിട്ടുള്ള ഡ്യൂട്ടിയിലെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ്, അവർക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവരെ നിയോഗിച്ചിട്ടുള്ള രീതിയിലുള്ള ഡ്യൂട്ടീസ് അത് കംപ്ലീറ്റ് ചെയ്യുക. Then maintain stock of forms and keep a medical office supplies adequately stocked by expecting inventory needs, the placing order and monitoring office equipment. മെയിൻറ്റെയിൻ ചെയ്യാൻ നിലനിർത്തുക. സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ്, മെഡിക്കൽ ഓഫീസ് സപ്ലൈകള് അത് നമ്മള് അതിന്റെ കാര്യങ്ങള്, അത് ഫോംസുകൾ, സ്റ്റോക്ക് ഓഫ് ഫോംസ് ഇതൊക്കെ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ എക്സ്പെക്ടിങ് ഇൻവെന്ററി, നമ്മുടെ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ആണ് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ആ സ്റ്റോക്കുകള് അഡിക്വേറ്റ് ആയിട്ട് മതിയായ സ്റ്റോക്ക് കാര്യങ്ങള്, ഓർഡറുകള്, പ്ലേസിംഗ് ഓർഡേഴ്സ്, ഓർഡർ കൊടുക്കുക, മോണിറ്ററിങ് ഓഫീസ് എക്യുപ്മെന്റ്സുകളൊക്കെ മോണിറ്റർ ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. ഏകദേശം നമുക്ക് അറിയാൻ പറ്റും ക്ലറിക്കൽ ഡ്യൂട്ടിയാണ് അതൊക്കെ. Okay, stock by expecting inventory needs, placing order, monitoring office equipments. Then, after the ensure that reception area is well maintained, neat and clean. നമ്മുടെ റിസപ്ഷൻ ഏരിയ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നീറ്റ് ആണ്, ക്ലീൻ ആണ് എന്ന് ഉറപ്പുവരുത്തുക. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ അത്. എൻഷുർ ദാറ്റ് റിസപ്ഷൻ ഏരിയ ഈസ് വെൽ മെയിൻറ്റെയിൻ, നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട്, നീറ്റ് ആണ്, ക്ലീൻ ആണെന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. Then ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, safeguard patient privacy and confidentiality. അത്ര അണ്ടർലൈൻ ചെയ്താൽ മതി. സേഫ്ഗാർഡ് എന്ന് വെച്ചാൽ സംരക്ഷിക്കുക. പേഷ്യന്റിന്റെ പ്രൈവസി, സ്വകാര്യത. കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യാത്മകത. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ രഹസ്യാത്മകത. ഇതെല്ലാം സംരക്ഷിക്കുക. അവരുടെ പ്രൈവസി, കോൺഫിഡൻഷ്യാലിറ്റി ഇതൊക്കെ സംരക്ഷിക്കുക. അതെങ്ങനെയാ? പ്രൊട്ടക്റ്റഡ് പേഷ്യന്റ് കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊട്ടക്റ്റഡ് പേഷ്യന്റ് കോൺഫിഡൻഷ്യാലിറ്റി. അതെ, കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യാത്മകത. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കല്ലേ, അതെങ്ങനെയായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അത് വേറെ ആരുമായിട്ടൊന്നും ഷെയർ ചെയ്യാനൊന്നും പാടില്ലല്ലോ അവിടെ. അത് ആ സിസ്റ്റത്തില് നമ്മൾ വളരെ സേഫ് ആക്കി വെക്കണം. അത് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻസ് ആണ്. നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതൊക്കെ അത് കോൺഫിഡൻഷ്യൽ ആണ്. അതെല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്യാനോ ഇതൊന്നും പാടില്ല. അത് മേക്കിംഗ് ഷുവർ ദാറ്റ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ, PHI എന്നാണ് കേട്ടോ അവിടെ. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ PHI. എക്സ്പാൻഡഡ് ഫോം ചോദിച്ചിട്ടുണ്ട്. PHI, പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ഈസ് സെക്യൂർഡ്, അത് സുരക്ഷിതമായിട്ട് വെക്കുക. by not leaving PHI in plain sight. ഒരു തുറന്ന സ്ഥലത്ത് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻസ് ലീവ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മളിത് കമ്പ്യൂട്ടറൊക്കെ ഇതിലൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് സൈൻ ഔട്ട് ചെയ്യണം. അവിടെ ലോഗ് ഓഫ് ചെയ്യണം ദ കമ്പ്യൂട്ടർ ബിഫോർ ലീവിങ് അൺഅറ്റൻഡഡ്. ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും വെബ്സൈറ്റിലൊക്കെ കയറി നമ്മൾ ലീവ് ചെയ്യുമ്പോൾ ചുമ്മാ ഇറങ്ങിപ്പോരുകയാണോ? നമ്മളത് കോൺഫിഡൻഷ്യൽ ആക്കി വെക്കൂലേ? നമുക്ക് അവിടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഇല്ലേ?
അല്ലെ, ആരും എടുക്കാത്ത രീതിയിൽ. അപ്പൊ അതുപോലെ ഓരോ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും എങ്ങനെയായിരിക്കണം, അത് സെക്യൂർ ആയിരിക്കണം. അതിനൊരു രഹസ്യാത്മകത ഉണ്ട്, കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് അതൊക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക. പേഷ്യന്റിന്റെ പ്രൈവസി, കോൺഫിഡൻഷ്യാലിറ്റി ഇതൊക്കെ സംരക്ഷിക്കുക. ആ ലാസ്റ്റ് പോയിന്റ് അത്രയും മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. പേഷ്യന്റിന്റെ പ്രൈവസി, കോൺഫിഡൻഷ്യാലിറ്റി ഇതൊക്കെ സംരക്ഷിക്കുക. ഓക്കെ, അപ്പൊ പോയിന്റ്സുകൾ ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെച്ചേരെ കേട്ടോ. ഏതെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ റിസപ്ഷനിസ്റ്റിന്റെ ജോബ് ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റിയിൽ വന്നതാണോ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഏകദേശം നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയൊക്കെയാണ്, കുറേയും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു കുഞ്ഞു കാര്യം കൂടി അവിടെ കൊടുക്കുന്നുണ്ട്, സ്കിൽസ് ആണ്. എന്തൊക്കെയാണ് ഇവർക്ക് വേണ്ട, ഒരു റിസപ്ഷനിസ്റ്റിന് വേണ്ട സ്കിൽസ്? ഈ കഴിവുകളൊക്കെ ഉണ്ടോ നോക്കിയേ. ഇല്ലെങ്കിൽ ആ കഴിവുകളൊക്കെ ഡെവലപ്പ് ചെയ്തോളാം കേട്ടോ. ടെലിഫോൺ എറ്റിക്വിറ്റീസ്, ടെലിഫോൺ മര്യാദകള് വേണം. അത് ആ സ്കിൽസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. PHI എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ അവിടെ തന്നെയുണ്ട്. അവിടെ നമ്മൾ അത് കൊടുത്തിട്ടുണ്ട്, പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. അവിടെ PHI എന്ന് നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ മതി. PHI, പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. എക്സ്പാൻഡഡ് ഫോം അവിടെ ആ പോയിന്റിൽ വന്നിട്ടുണ്ട്, കണ്ടില്ലേ നിങ്ങള്? മേക്കിംഗ് ഷുവർ ദാറ്റ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ എന്ന് കണ്ടില്ലേ? ഓക്കെ, PHI എന്ന് എഴുതിയാൽ മതി. ഇനി എന്തൊക്കെയാണ് ഒരു കഴിവുകൾ നോക്കി, സ്കിൽസ് എന്തൊക്കെ സ്കില്ല് വേണം? ടെലിഫോൺ എറ്റിക്വിറ്റീസ്, ടെലിഫോൺ മര്യാദകൾ വേണം. കസ്റ്റമർ സർവീസ് വേണം. കസ്റ്റമർ സർവീസ് അല്ലെ, അതൊരു കഴിവല്ലേ? കസ്റ്റമർ സർവീസ് വന്ന കസ്റ്റമേഴ്സിനെയൊക്കെ നന്നായിട്ട് ഡീൽ ചെയ്യാന്നുള്ളത്, അത് വേണം. ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാം, വേർഡ് എക്സൽ അത് അറിഞ്ഞിരിക്കണം. നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. 4ാമത്തെ മൊഡ്യൂളിൽ നിങ്ങൾക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അവിടെ വേർഡ് എക്സൽ പവർ പോയിന്റ് ഒക്കെ നിങ്ങൾ പഠിക്കണ്ട കേട്ടോ. അത് നമ്മുടെ ഹോസ്പിറ്റലില് അതിന്റെ ആപ്ലിക്കേഷൻ അടക്കം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഒരു ചാപ്റ്റർ ഉണ്ട്, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന അല്ലേ, അത്യാവശ്യം നമ്മൾ MS ഓഫീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവര് അല്ലെ, 6 മാസത്തെ ഒരു കോഴ്സ്, കമ്പ്യൂട്ടർ കോഴ്സ്. ഇപ്പൊ സ്കൂളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചപ്പോ കമ്പ്യൂട്ടർ അതിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, IT പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ജസ്റ്റ് നമ്മൾ എന്തായാലും റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സിസ്റ്റം ഹാൻഡിൽ ചെയ്യണമല്ലോ. ഇപ്പൊ പണ്ടത്തെ പോലെ റെക്കോർഡൊന്നും അല്ല, എല്ലാ സിസ്റ്റത്തിലല്ലേ. അപ്പൊ വേർഡ് എക്സൽ ഒക്കെ നിർബന്ധമാണ് കേട്ടോ. ബേസിക് വേർഡ് വലിയ ഡീറ്റെയിലേക്കൊന്നും പോകണ്ട, നമ്മള് ബേസിക് വേർഡ് എക്സൽ പ്രോഗ്രാംസുകളൊക്കെ ഉണ്ട്. ഓക്കെ ഉണ്ട്. അപ്പൊ അത് അറിഞ്ഞിരിക്കണം. ദ മാനേജ്മെന്റ്, പിന്നെ അടുത്തത് മൾട്ടി ടാസ്കിങ്, ഒന്നിലധികം ടാസ്കുകൾ. നമ്മൾ പറഞ്ഞില്ല കുറെ ടാസ്കുകളൊക്കെ വേണം അവര് കൈകാര്യം ചെയ്യേണ്ടെന്ന്. പിന്നെ ഷെഡ്യൂളിങ്, എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാനുള്ള കാര്യങ്ങള് എല്ലാം സംഘടിപ്പിക്കാനുള്ളത്. ഷെഡ്യൂളിങ്, ഓരോന്നും കറക്റ്റ് ഷെഡ്യൂളിങ് കാര്യങ്ങള്, ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ അവർക്ക് വേണം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കസ്റ്റമർ സർവീസ്, ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ്, ദ മാനേജ്മെന്റ്, മൾട്ടി ടാസ്കിങ്, ഓർഗനൈസേഷൻ, ഷെഡ്യൂളിങ്, എന്നീ കഴിവുകൾ വേണം. ഇത് കൂടാതെ നമ്മൾ കുറച്ച് കഴിവുകളുടെ സ്കിൽസ് ആണ് കൊടുത്തേണ്ടത്. അതിൽ നിങ്ങളെ മെയിൻ പോയിന്റ്സുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചവിടെ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ് വേണം. ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ അതിന്റെ കൈകാര്യം അത് വേണം. പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്, പ്ലാൻ ചെയ്യാൻ, ആസൂത്രണം ചെയ്യാൻ, ഓർഗനൈസ് ചെയ്യാനുള്ളത് കഴിവ് വേണം. അറ്റൻഷൻ ടു ഡീറ്റെയിലേക്കുള്ള ശ്രദ്ധ. കസ്റ്റമർ സർവീസ് സ്കില്ല്, അഡാപ്റ്റബിലിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി. ഇത്രയും കഴിവുകൾ, ആ മെയിൻ പോയിന്റ്സ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇനിയിപ്പോ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് ആ സമയത്ത് തീരില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എന്തൊക്കെ കഴിവുകൾ വേണം അതൊന്ന് നോട്ട് ചെയ്യാലോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാലോ നമുക്ക്. ഓക്കെ, ടെലിഫോൺ എറ്റിക്വിറ്റീസ് പറയുന്നുണ്ട്, കസ്റ്റമർ സർവീസ് ഉണ്ട്, ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ്, അതിന്റെ ബേസിക് ആയിട്ടുള്ള വേർഡ് എക്സൽ ഒക്കെ അറിഞ്ഞിരിക്കണം. മാനേജ്മെന്റ് അറിഞ്ഞിരിക്കണം. മൾട്ടി ടാസ്കിങ്, ഒന്നിലധികം ടാസ്കുകൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിനുള്ള കഴിവ് വേണം. ഓർഗനൈസേഷൻ, എല്ലാത്തിനെയും ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ് വേണം. ഷെഡ്യൂളിങ്, എല്ലാം കറക്റ്റ് ഷെഡ്യൂൾ ചെയ്യാനുള്ള കഴിവും വേണം. അത്രയും നോക്കാം. ബാക്കിയിട്ട് നമുക്ക് സ്കിൽസ് ഓരോ സെന്റൻസ് ഉള്ളൂ, അത് നിങ്ങൾ വെറുതെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അതും കൂടി കഴിഞ്ഞ് നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞു. ഫ്രണ്ട് ഓഫീസ്
നമുക്ക് അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ക്ലാസ്സിലേക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഇപ്പൊ ടൈറ്റ് ആണ് മിസ്സിന്. ഇപ്പൊ ഒരു ബാച്ച് ഒക്കെ നമ്മള് PGD ഒക്കെ അടുത്ത മാസം ആദ്യമൊക്കെ കഴിയുമ്പോൾ മിസ്സിന്റെ ക്ലാസ് ഇത്തിരി 2 അവർ കുറയും. അപ്പൊ എപ്പോഴെങ്കിലും ഇതുപോലെ ആരെങ്കിലും ലീവ് ഒക്കെ ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കയറും കേട്ടോ. നമുക്ക് 1-2 ക്ലാസ് ഒക്കെ മിസ്സായതുകൊണ്ടേ. അപ്പൊ പോർഷൻസ് നമുക്ക് അവിടെ എടുത്തിട്ടിരിക്കണമല്ലോ. അതെന്തായാലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ മാറി കയറുകയാണെങ്കിൽ പോലും മിസ്സാ കയറണമെങ്കിലും നിങ്ങൾക്ക് അത് കറക്റ്റ് ഇൻഫോം ചെയ്ത് തരും. ഇനി മുതൽ ടൈം ടേബിൾ കറക്റ്റ് അങ്ങനെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. അപ്പൊ ജസ്റ്റ് ഇപ്പൊ ക്ലാസ്സിൽ കയറുന്നതിൽ 5 മിനിറ്റ് മുന്നേ ആണെങ്കിലും നിങ്ങൾക്ക് അതെടുത്തൊന്ന് വായിച്ചു നോക്കാലോ. കഴിഞ്ഞ ദിവസം എവിടെ വരെ പഠിപ്പിച്ചു, എന്തൊക്കെയാണെന്നുള്ളത് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കാം. ടൈം ടേബിൾ നമുക്ക് എന്തായാലും അതനുസരിച്ച് തന്നെയാണ് നിങ്ങൾക്ക് തന്നേക്കണം ടൈം ടേബിൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് മിസ്സാന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ എല്ലാ കാര്യങ്ങളും? ഇന്നെടുത്ത് അത്രയും ഓക്കെ ആണല്ലോ അല്ലെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ക്ലാസ്സുകൾ ഓക്കെ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയണം കേട്ടോ. നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റായിരിക്കോ ബുദ്ധിമുട്ട്? അമ്മമാരൊക്കെ ഓക്കെ ആണല്ലോ അല്ലെ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, അമ്മമാർക്കൊക്കെ ഓക്കെ അല്ലേ? എല്ലാവരും നമ്മുടെ ഒപ്പത്തിന് വരണം. 1-2 ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആയിക്കോളും. ഓക്കെ, അപ്പോ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഈ വലിയ പോയിന്റ്സ് കുറെ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. 24 പോയിന്റ്സ് ഉണ്ട്. പക്ഷെ എല്ലാം നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് അറിയാൻ പറ്റും. ഇന്ന റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയിൽ വന്നതാണ്. അത്രയും മതി. അല്ലാതെ ഫുള്ളൊന്നും ബൈക്കാട്ടി ചെയ്യണ്ട. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇപ്പൊ നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാവരും സേഫ് ആയിരിക്കണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് അധികം അസുഖങ്ങൾ വരാതെ നോക്കുക. ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും.